CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനെതിരെ ആരോപണവുമായി വധശ്രമ കേസിലെ പ്രതി മുൻ ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്ന കേസിൽ പ്രതിയായ പ്രവാസി വ്യവസായി ചാവക്കാട് സ്വദേശി ജമീൽ മുഹമ്മദാണ് തൊടുപുഴ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ നൽകുന്നതിനെതിരെ ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ചത്. ദുബായിൽ ബിസിനസ് പങ്കാളിയായിരുന്ന ജമീലും ഏറ്റുമാനൂർ സ്വദേശി ഷെമി മുസ്തഫയും ചേർന്ന് ഇടുക്കി മാങ്കുളത്ത് റിസോർട്ട് നിർമ്മിച്ചിരുന്നു. റിസോർട്ട് ജമീൽ നടത്തിയ നിക്ഷേപം സാമ്പത്തിക തർക്കത്തെ തുടർന്ന് മടക്കി ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് ജമീലിന്റെ മൊഴി. കേസിൽപ്പെടുത്താൻ ഷെമി CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനുമായുള്ള ബന്ധം ഉപയോഗിക്കായിരുന്നെന്നും ജമീൽ ആരോപിക്കുന്നു. മാങ്കുളത്ത് ഷെമിയുടെ റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത് പി ജയരാജനാണ്. ദുബായിൽ വെച്ച് ജയരാജനും ഷമിയും കൂടിക്കാഴ്ച നടത്തിയെന്നും ജമീൽ പറയുന്നു. ഇവർ ഒരുമിച്ചുള്ള ചിത്രവും ഇയാൾ പുറത്തുവിട്ടു. അദ്ദേഹം എൻ്റെ അടുത്ത് കണ്ണൂരുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങോരാണ് ഈ രാഷ്ട്രീയ നേതാവ് ജയരാജ്. ഈ ജയരാജ് എന്ന് പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പി ജയരാജ് നവംബർ 6-7 തീയതികളിൽ ഇവരുടെ ഓഫീസ് വിസിറ്റ് ചെയ്തിരുന്നു. 2023 വിസിറ്റ് ചെയ്തിരുന്നു, ദുബായിൽ വിസിറ്റ് ചെയ്തിരുന്നു. അവര് ബോർഡ് മീറ്റിംഗ് കൂടുന്നതിന്റെ പിക്ചേഴ്സും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്കൊരു തെളിവായിട്ട് തരാനുള്ളത്. അത് ഞാൻ പോകുന്നതിന് ശേഷമാണ് എന്നെ ഉദ്ഘാടനം. എനിക്ക് തോന്നുന്നു ജനുവരിയിൽ എങ്ങാണ്ടായിരുന്നു, 2024 ജനുവരിയിൽ എങ്ങാണ്ടായിരുന്നു. അതിന്റെ പിക്ചേഴ്സിൽ ഞാൻ കാണുന്നത് ജയരാജനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജയരാജന് ഇവര് കേക്ക് മുറിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ പ്രാദേശിക CPM നേതാവ് ഭീഷണിപ്പെടുത്തിയതായും ജമീൽ ആരോപിച്ചു. ഈ ഹോട്ടലിലെ സെറ്റിൽമെന്റ് നടക്കുന്നതിന് മുന്നേ എന്നെ ഇടുക്കി ഏരിയ സെക്രട്ടറി ആണെന്നാണ് പറഞ്ഞത്. ഒരു KV ശശി, മൂന്നാർ KV ശശി എന്നെ വിളിച്ചിട്ട് നാട്ടിൽ വരണം, ഹോട്ടലിന്റെ കാര്യം സംസാരിക്കാനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വന്നില്ലെങ്കിൽ അത് പ്രശ്നമാവും, ഞങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വരും, അവിടെ ധർണയിരിക്കുന്നോ, അങ്ങനെ എന്തോ പുള്ളി പറഞ്ഞായിരുന്നു. ഷെമി മുസ്തഫയെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒന്നാം പ്രതിയാണ് ജമീൽ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 16 ഇടുക്കിയിലെ റിസോർട്ടിൽ നിന്ന് ഏറ്റുമാനൂരിലേക്ക് പോകും വഴി നേരിമംഗലത്തിന് സമീപം കൊട്ടേഷൻ സംഘത്തിന്റെ കാർ വാഹനത്തിൽ ഇടിപ്പിച്ചെന്നാണ് കേസ്. സംഭവത്തിൽ കൊട്ടേഷൻ സംഘങ്ങളായ പാലക്കാട് മേപ്പറമ്പ് സ്വദേശികളായ അമീർ, അബ്ബാസ്, ഫാസിൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.